ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ജ്യൂസിൻ്റേതാണ്. അപ്പോൾ ചെറുനാരങ്ങ വെച്ച് 4 വെറൈറ്റി ജ്യൂസുകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നോമ്പൊക്കെ അല്ലേ വരുന്നത്, ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ജ്യൂസുകളാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് ഇവിടെ ക്യാരറ്റ്, ചെറുനാരങ്ങ, പനിക്കൂർക്കയുടെ ഇല, അതുപോലെ തക്കാളി എന്നിവയെല്ലാം വെച്ചാണ് കേട്ടോ ഈ ജ്യൂസുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 ചെറുനാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞെടുക്കുന്നത്. ഇനി ആദ്യം ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ എളുപ്പത്തിൽ മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി, കനം കുറച്ച്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ അരമുറിയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഓറഞ്ചിൻ്റെയൊക്കെ ജ്യൂസിൻ്റെയൊക്കെ അതൊരു ടേസ്റ്റ് തോന്നും. ഇനി അടുത്തത് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ വീണ്ടും അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇനി അടുത്ത ജ്യൂസ് ഉണ്ടാക്കുന്നത് പനിക്കൂർക്കയുടെ ഇല വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിനയുടെ ഇലയൊക്കെ വെച്ചുണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസിന്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെറിയ ഇല ആയതുകൊണ്ട് 4-5 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ ഇലയാണെങ്കിൽ 2-3 എടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഞാനിത്. എന്നിട്ട് വീണ്ടും ഇത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഇലക്ക് വളരെ പച്ച കളർ കുറവാണ് കേട്ടോ. അപ്പോൾ നല്ല പച്ച ഇലയാണെങ്കിൽ നല്ല കളറുണ്ടാവും. എന്നിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക. ഇനി തേങ്ങ വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. തേങ്ങ അധികം കൂടി പോകരുത്, ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും, ഒരു 2 ടീസ്പൂൺ തേങ്ങയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ വീണ്ടും അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നാരങ്ങയുടെ നീരും, ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഒരല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള 4 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്, ഇതുപോലത്തെ ജ്യൂസ് നോമ്പ് കാലത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ തക്കാളിയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ക്യാരറ്റ് ലൈമും തക്കാളി ലൈമൊക്കെ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് സബ്ജ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിലോട്ട് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.